അസ്സലാമു അലൈക്കും. മൂസ നബിക്ക് അള്ളാഹു 9 ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ 9 കൽപ്പനകളാണ് നൽകിയെന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ യൂതമതപ്രകാരം 10 കൽപ്പനകൾ നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സൂറ ഇസ്രാഹിൽ 17:101 പറയുന്നത്, തീർച്ചയായും മൂസയ്ക്ക് നാം പ്രത്യക്ഷമായ 9 ദൃഷ്ടാന്തങ്ങൾ നൽകുകയുണ്ടായി. അദ്ദേഹം അവരുടെ അടുത്ത് ചെല്ലുകയും, മൂസ, തീർച്ചയായും നിന്നെ ഞാൻ മാരണം ബാധിച്ച ഒരാളായിട്ടാണ് കാണുന്നതെന്ന് ഫിർഔൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. സന്ദർഭത്തെപ്പറ്റി ഇസ്രായേൽ സന്തതികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. 108 പറയുന്നത്, നബിയെ പറയുക, നിങ്ങളിൽ ഇതിൽ ഖുർആൻ വിശ്വസിച്ചു കൊള്ളുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. തീർച്ചയായും ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം നൽകപ്പെട്ടവരാരോ അവർക്ക് ഇത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നതാണ്. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ വാഗ്ദാനം നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാകുന്നു. ഇനി 110 പറയുന്നത്, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. ഏതു തന്നെ നിങ്ങൾ വിളിക്കുന്നതാണെങ്കിലും അവനുള്ളതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നിങ്ങൾ എങ്ങനെ വിളിക്കേണ്ടത്? അള്ളാഹു എന്ന് വിളിക്കുക അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത്രയും മഹത്വമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് തന്നെ വിളിച്ചാലും അത് അള്ളാഹുവിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ജൂത നിയമത്തിൻ്റെ 10 കൽപ്പനകളിൽ ഒന്ന്, ഒരു ദൈവം മാത്രമേ ഉള്ളൂ, മറ്റൊരു ദൈവത്തെ തേടി പോകരുത് എന്ന് ജൂതമത നിയമപ്രകാരം പറയുന്നുണ്ട്. എന്നാൽ രണ്ടാമത്, ദൈവത്തിൻ്റെ പേര് വെറുതെ പറയരുത് എന്ന്. അപ്പോൾ രണ്ടാമത് ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പേര് വെറുതെ പറയരുത്. എന്നാൽ വിശുദ്ധ ഖുർആനിലേക്ക് പോകുമ്പോഴോ അള്ളാഹുവിൻ്റെ പേര് പറയാനാണ് നമ്മോട് പറയുന്നത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ 9 പറയുന്നുണ്ട്, ഇവിടെ 10 പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ ശരിയായത് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക.